ഇടങ്ങളിൽ കഴിയുന്നവരെല്ലാം ആ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഈ ഓൺലൈൻ മീറ്റിംഗിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭ നിമിഷം അറിയിക്കുകയാണ്. ജീസസ് ഈസ് അലൈവ് യൂട്യൂബ് ചാനലിലൂടെയും അപ്പോസ്റ്റൽ ടിനു ജോർജ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയും എൽഷദായ് മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിലൂടെയും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും നിങ്ങൾ ദയവായി നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്കും നിങ്ങൾ ഈ ലിങ്കുകൾ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രിയ ദേവദാസൻ പ്രാരംഭ നിമിഷം പാടിയതുപോലെ അവൻ മാത്രമാണ് സർവശക്തൻ, അവൻ മാത്രമാണ് സകല സ്തുതികൾക്കും യോഗ്യൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതികളോടും കൂടെ വരുവിൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ എത്ര പേർക്ക് നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എന്നെ രോഗിയാകാമായിരുന്ന നമ്മളെ, എന്നെ തകർന്നു പോകാമായിരുന്ന നമ്മളെ, എന്നെ മോർച്ചറിയിൽ കയറാമായിരുന്ന നമ്മളെ അവന്റെ കൃപയാൽ പൊതിഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. ആ കഴിയുന്നവരെല്ലാം ഒരു നിമിഷം ആ കണ്ണുകളെല്ലാം ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച് അല്പനിമിഷങ്ങൾ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എത്രമാത്രം നന്ദിയോടെ ആ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ അത്രമാത്രം നന്ദിയോടെ ശബ്ദമുയർത്തി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, കൊടും പാപിയായിരുന്ന എന്നെ പാപത്തിന്റെ ചേറ്റിൽ നിന്നും അങ്ങനെ കയറ്റി, ക്രിസ്തുവാകുന്ന പാറമേൽ അങ്ങനെ നിർത്തി, എന്റെ നാവിൽ അങ്ങ് പുതിയ പാട്ട് തന്നു. ഇന്ന് രാത്രിയിലും ആ നല്ല സ്നേഹം, ആ നല്ല ദൈവത്തിന്റെ സ്പർശനം തിരിച്ചറിയുന്ന ദൈവമക്കൾ നന്ദിയോടെ അതരങ്ങളെ തുറന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അവൻ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രിയിൽ ഒന്ന് നന്ദി പറയാൻ കഴിയുമോ? താഴ്ചയിൽ നമ്മളെ ഓർത്ത നല്ല കർത്താവ്, നമ്മുടെ വീഴ്ചയിൽ നമ്മളെ താങ്ങി നിർത്തിയ നല്ല യേശു കർത്താവിനെ ഇന്ന് രാത്രിയിലും അതരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രിയിൽ നന്ദി പറയാൻ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് അല്പനിമിഷങ്ങൾ നന്ദിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഓ റഷതലറബബബസ്മേ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ, നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ.
കൊടും പാപിയായിരുന്നെന്നേ വൻചേറ്റിൽ നിന്നും കയറ്റി കൊടും പാപിയായിരുന്നെന്നേ വൻചേറ്റിൽ നിന്നും ക്രിസ്തുവാകുന്ന ഭാരമേൽ നിർത്തി ക്രിസ്തുവാകും ഭാരമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ ക്രിസ്തുവാകും ഭാരമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതായിരുന്നെ കൊടും വൻചേറ്റിൽ നിന്നും കയറ്റി കൊടും പാപിയായിരുന്നെന്നേ വൻചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകും ഭാരമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ ക്രിസ്തുവാകും ഭാരമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ല എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ല എൻ ജീവിതത്തിൽ ചെയ്ത വർണ്ണിച്ചിടാൻ വാക്കുപോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരായേ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരാ ആഴമാർന്ന സ്നേഹമേ ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു അളവില്ലാദാനത്തെ അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു ആഴമാർന്ന സ്നേഹമേ ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിരുന്നു അളവില്ലാദാനത്തെ അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനി വായിലെ തുറന്നു ചേർന്ന് പാടാമോ വർണ്ണിച്ചിടാൻ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരായേ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരായേ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരായേ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ വർണ്ണിച്ചിടാൻ
ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ അവസ്ഥകളിൽ നമ്മൾ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നാം ഇങ്ങനെ പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ കൂടെ എന്റെ സങ്കടം ഒന്ന് പങ്കുവെക്കാൻ പോലും എനിക്ക് ആരുമില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. നിന്റെ ഹൃദയത്തെ അറിയുന്ന, നിന്റെ ഭാവിയെ അറിയുന്ന, നിന്റെ നാളെ അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ എല്ലാം ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. നിന്നെ നടത്താൻ നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ കൂടെ നടന്ന് നിനക്ക് ആലോചന പറഞ്ഞു തരാൻ നിനക്കൊരു ദൈവമുണ്ട്. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ട്, എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് നിരാശയോടെ ജീവിതം മടുത്തിരിക്കേണ്ട വ്യക്തിയല്ല നീ. ഇന്ന് രാത്രിയിൽ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ എന്റെ ദൈവം ഇന്ന് രാത്രിയിലും ശക്തനാണ്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ബെഥസ്ദ എന്ന പേരുള്ള ഒരു കുളം നമുക്ക് കാണാൻ കഴിയും. ആ കുളത്തിന്റെ പ്രത്യേകത, ഏത് വ്യാധി പിടിച്ചവനാണെങ്കിലും, ഏത് രോഗം പിടിച്ചവനാണെങ്കിലും അതാത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അതിലാദ്യം ഇറങ്ങുന്ന ഏത് രോഗിയാണെങ്കിലും അവൻ സൗഖ്യമാകും. എന്നാൽ നമുക്ക് താഴേക്ക് വായിക്കാൻ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 38 വർഷമായി രോഗം പിടിച്ചു കിടത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അതിലേക്ക് എന്നെ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഈ 38 വർഷമായി എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഒത്തിരി സൗഖ്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് എനിക്ക് മുമ്പേ സൗഖ്യമായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും എനിക്ക് ആ സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. യേശു അവനെ കണ്ടു. അവനോട് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ സഹായിക്കാൻ ഒരുപക്ഷെ ആരുമില്ലായിരിക്കാം. നിങ്ങളിപ്പോ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ അപ്പനേക്കാളേറെ, നിങ്ങളെ അമ്മയെക്കാളേറെ, നിന്റെ സഹോദരങ്ങളെക്കാളൊക്കെ ഏറെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ എന്ന് പറയാൻ കഴിയുമോ, എന്നെ നടത്താൻ, എന്റെ കരം പിടിക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ, ഞാൻ താണു വീഴാതെ, ഞാൻ വീണു പോകാതെ എന്റെ കരത്തിന് പിടിക്കാൻ എനിക്കൊരു അപ്പനുണ്ട്. ഇന്ന് രാത്രിയിൽ ഉറപ്പുള്ള ദൈവമക്കൾ ആ കരങ്ങളെ എല്ലാം ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ ഒരുമിച്ച് ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ, എന്നെ അറിയാൻ, എന്നെ നടത്താൻ എനിക്കൊരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ നന്ദിയോടെ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആ കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും, എന്നെ അറിയാൻ, എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും, എന്നെ അറിയാൻ, എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും, ചൂടിൽ വാടാതെ വീട് പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീട് പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാലിടരാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. കാലിടരാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും. എന്നെ അറിയാൻ, എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും തേടിയെത്തിടും നല്ല ഇടയൻ, ചോളിലെത്തിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിടും നല്ല ഇടയൻ, എന്നെ തോളിലെത്തിയൻ
ആത്മശക്തിയാൽ എന്നെ നയിക്കും. ആത്മനാഥനൻ കൂടെയുണ്ടെന്നും ആത്മശക്തിയാൽ എന്നെ നയിക്കും. ആത്മനാഥനൻ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും എന്നെ അറിയാൻ എന്നെ നടത്താൻ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനില്ല. നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ അങ്ങ് മാത്രമാണ് എന്നെ ഉയർത്തിയത്. എനിക്ക് ആരാധിക്കാൻ ഒരു കാരണമുണ്ട്, എനിക്ക് കൈകൊട്ടി പാടാൻ ഒരു കാരണമുണ്ട്. കാരണം പാപത്തിന്റെ ചേറ്റിൽ കിടന്ന എന്നെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്റെ നാവിൽ പുതിയ പാട്ട് തന്നു. ഇന്ന് രാത്രിയിലും അപ്പ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്.
തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ ഭാവിയാമെന്നേ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം തേടിയ ഭാവിയാമെന്നേ. ഓടുന്നു ലാക്കിലേക്ക്, ഓടുന്നു ലാക്കിലേക്ക്, പാടുകൾ ഏറ്റു ഞാൻ. ഓടുന്നു ലാക്കിലേക്ക്, ആ വായികളെ തുറന്നു പറയുക. മാറുവാനാവതിനെ, മാറുവാനാവതിനെ, മാറുവാനാവതി. വേണ്ട ഈ ലോക ഇമ്പം, വേണ്ട ഈ ലോക ഇമ്പം, പ്രിയരേ നീ മതി. വേണ്ട ഈ ലോക ഇമ്പം, ശതമുയർത്തി വേണ്ട ഈ ലോക ഇമ്പം, വേണ്ട ഈ ലോക ഇമ്പം, പ്രിയരേ നീ മതി. വേണ്ട ഈ ലോക ഇമ്പം, പ്രിയരേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും. രാത്രിയിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിലെ കണ്ണുകളെ എല്ലാം ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച് രാത്രിയിൽ പാടിയതുപോലെ എത്ര പേർക്ക് ഹൃദയം തുറന്നെന്ന് പറയാൻ കഴിയും? കർത്താവേ, ഞാൻ ഒരിക്കലും അങ്ങയുടെ സ്നേഹം അനുഭവിപ്പാൻ ഞാൻ യോഗ്യരല്ലായിരുന്നു. പക്ഷെ കർത്താവെ, പാപത്തിൽ ജീവിച്ച എന്നെ അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു. ഇന്ന് രാത്രിയിലും അങ്ങ് ഞങ്ങളുടെ നാവിൽ പുതിയ പാട്ട് നൽകി. വർണ്ണിപ്പാൻ കഴിയുന്നതിലും അപ്പുറമായ ദൈവത്തിന്റെ സ്നേഹത്താൽ ഞങ്ങളെ മറച്ചു. ഇന്ന് രാത്രിയിലപ്പ ഞങ്ങൾ ഒരുമിച്ചങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ചങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ, ഈ മീറ്റിംഗിന്റെ അവസാനം വരെ ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ ഇവിടെ നിന്ന് മറയ്ക്കണമേ. ഇന്ന് രാത്രിയിൽ കർത്താവ്, ഒരുപാട് സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ കാതുകൾ കൊണ്ട് ഞങ്ങൾ കേൾക്കുവാനും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുവാനും അവിടുന്ന് ഇടയാക്കിയതിനാൽ ഞങ്ങൾ ഒരുമിച്ചങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ ദൈവദാസനെ ശക്തമായി അവിടുന്ന് ഉപയോഗിക്കണമേ. ഈ മീറ്റിംഗിന്റെ അവസാനം വരെ ഞങ്ങളെ അവിടുന്ന് ദൈവ സാന്നിധ്യത്താൽ മറയ്ക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി ദൈവ സാന്നിധ്യത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ.